വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുംബശ്രീ കരാർ നിയമനം. വിജ്ഞാപനം കോഡ് SAPMAH. കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ ഒഴിവുള്ള സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ അനിമൽ ഹസ്ബൻഡറി തസ്തികയിലേക്ക് ചുവടെ ചേർക്കുന്ന യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിയമനം വാർഷിക കരാർ അടിസ്ഥാനത്തിലായിരിക്കും. തസ്തിക സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ അനിമൽ ഹസ്ബൻഡറി. ഒഴിവ് സംസ്ഥാന മിഷൻ. ഒഴിവാണുള്ളത്. നിയമന രീതി കരാർ നിയമനം. വാർഷിക കരാർ വ്യവസ്ഥയിൽ കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ 31/3/2026 വരെ ആയിരിക്കും കരാർ കാലാവധി. വാർഷിക കരാർ വ്യവസ്ഥയിലാണ് നിയമനം നടക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത വെറ്ററിനറി സയൻസ്, ഫിഷറീസ്, ഡയറി ടെക്നോളജി എന്നിവയിൽ ഏതെങ്കിലും ബിരുദം. പ്രായപരിധി 28/2/2025 40 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല. പ്രവൃത്തി പരിചയം. മൃഗസംരക്ഷണ മേഖലയിൽ സർക്കാർ അഥവാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. വേതനം 30,000 രൂപ പ്രതിമാസം. ജോലിയുടെ സ്വഭാവം. 1. കുടുംബശ്രീയിലെ മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, നൂതന ആശയങ്ങൾ വികസിപ്പിക്കുക, പദ്ധതി ആസൂത്രണം, പോളിസി തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഫീൽഡ് തല പ്രവർത്തനങ്ങൾ. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി. അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. നിയമനം സംബന്ധിച്ച നടപടിയിൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. അപേക്ഷാർത്ഥികൾ 50 രൂപ പരീക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ്. നിയമന പ്രക്രിയ. സമർപ്പിക്കപ്പെട്ട ബയോഡേറ്റകളും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്ക്രീനിംഗ് നടത്തി യോഗ്യമായ അപേക്ഷകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം CMDക്ക് ഉണ്ടായിരിക്കും. 2. ഉദ്യോഗാർത്ഥികളുടെ ബയോഡാറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവരെ അഭിമുഖത്തിന് വിളിച്ച് അവരിൽ നിന്നും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും. ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്ത് പരീക്ഷയും ഇന്റർവ്യൂവുമോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇന്റർവ്യൂവോ ഏതാണ് അനുയോജ്യമായത് ആ രീതിയിൽ നിയമന പ്രക്രിയ നടത്തുന്നതിന് CMDക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷകൻ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 21/4/2025 വൈകുന്നേരം 5 മണി. മറ്റ് നിബന്ധന. അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകൾ ഇല്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. പരീക്ഷാ ഫീസ് അപേക്ഷയോടൊപ്പം ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതുമാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 1 വർഷമായിരിക്കും. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായേക്കാം. പ്രസ്തുത തസ്തികയിലേക്ക് ആവശ്യമായ പ്രവൃത്തി പരിചയം നിയമനം ലഭിക്കുന്നതിനുള്ള നിബന്ധന മാത്രമാണ്. പുതിയ തസ്തികയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത പ്രവൃത്തി പരിചയം തസ്തികയുടെ വേതന വർധനവും മറ്റ് ആനുകൂല്യങ്ങളും പരിഗണിക്കുന്നതല്ല.
ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ക്വാളിഫിക്കേഷൻസ് എല്ലാം അംഗീകൃത യൂണിവേഴ്സിറ്റി ബിരുദമായിരിക്കണം. ബിരുദം നേടിയ ശേഷമുള്ള എക്സ്പീരിയൻസേ പരിഗണിക്കുകയുള്ളൂ. Applicant should have a valid personal email ID and a mobile number, which should be kept active till the completion of this recruitment process. CMD may send intimation to download call letters for selection process through the registered email ID. In case of a candidate does not have a valid personal email ID, he should be create his or her new email ID and mobile number before applying online and must maintain email account and mobile number. Application payment, ensure that you complete the payment of the application fee through the specified payment method before submitting your application. Application without a fee will not be considered payment confirmation. After making the payment, save the payment confirmation receipt or screenshot as proof. This document may be required for verification purpose during the application process. Thanks for watching my channel. Thanks for watching my videos. എഡീനായ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് നിന്നും ഓൾ സെലക്ട് ചെയ്യുക. ചാനൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, അപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഡൗട്ടുകളും കമൻ്റായി രേഖപ്പെടുത്തുക. Thank you for watching my channel. Thank you for watching my videos. Thank you.